മലപ്പുറംകാർ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിലെ മഞ്ഞപ്പട, അവർക്ക് എന്താണ് പറയാനുള്ളത്? അനിൽ, മലപ്പുറത്ത് ബ്രസീലുകാർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരോ അല്ലെങ്കിൽ വേറൊരു ഫുട്ബോൾ പ്രേമിയൊന്നും കാണാനില്ല. പക്ഷെ പെൻഡാമേനകൻ അങ്ങനെയല്ല. അർജന്റീനൻ ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് ഇന്നൊരു ഉറക്കമില്ലാത്ത രാത്രി തന്നെ ആയിരിക്കും. ആ ടെൻഷൻ അതുപോലെ ഉണ്ടാവും. ഒരു 3:30 വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 6ാമത്തെ ലോക കിരീടം നേടാൻ വേണ്ടി ഇതാ നാളെ ആ പുൽത്തകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് നമ്മളൊരു സാഹചര്യം? നമ്മുടെ രാജാക്കന്മാര് മാത്രമാണ് ഈ പ്രാവശ്യം. 5 കപ്പുള്ള ബ്രസീൽ തന്നെയല്ലേ ഉള്ളത്, വേറെ 5 പേരുള്ള ആരാ ഉള്ളത്? നെയ്മർ നാളെ രണ്ടാമത്തെ കളി നെയ്മർ ഉണ്ട്. ആദ്യത്തെ കളി പരിക്കാട് മാറ്റി നിർത്തിയിരിക്കുന്നത്. വിശ്രമം കൊടുത്തേക്കാണ്. തള്ളിക്കളയാൻ പറ്റുമോ? മൊറോക്കനെ തള്ളിക്കളയാൻ ടീമാണ്. 11 പേരും കളിക്കാനാണ്. 11 നെയ്മറാണ് അല്ല, നെയ്മർ അല്ല, എല്ലാരും കളിക്കാനാണ്. അല്ലാണ്ട് മെസ്സിനെ പോലെ റൊണാൾഡോ ഒറ്റയാളല്ല. ടീമാണ് ബ്രസീൽ. ബ്രസീൽ അങ്ങനെ തുടക്കമിടുവോ? എന്താ തോന്നുന്നത്? അവരൊരാളൊന്നും ഉള്ളിക്ക് ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കണോ? അതെ, ജസ്റ്റ് ഒന്ന് നുള്ളി നോക്കാനാണ് പറയുന്നത് അനിൽ. അത് ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. വിജയിച്ച് ഇപ്രാവശ്യവും കപ്പ് നേടാം എന്നുള്ളത്. അങ്ങനെ ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിലേക്ക്, അതിന്റെ ആവേശത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം അതിനൊരു കപ്പിത്താൻ അതാരായിരിക്കുമെന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും വലിയ വലിയ താരങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ബ്രസീലിനെ അത്രയേറെ ആരാധിക്കുന്നതാണ്. ഇപ്രാവശ്യം നെയ്മർ ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കുമായി പിന്നോട്ട് വരുമ്പോൾ ആരായിരിക്കും അഞ്ചലോട്ടി എന്നുള്ള ഒരൊറ്റ കോച്ചിന്റെ പുറത്ത് അതാണ് കപ്പിത്താൻ. ഈ കപ്പൽ അങ്ങനെ ഒന്നും മുങ്ങുകയില്ല എന്ന് ആ ബ്രസീൽ ഫാൻസ് ഒരാളുകളും പറയുകയാണ്. ഒരു കൊച്ചു പുള്ളി CR7 ആണെന്ന് തോന്നുന്നു. CR7 അപ്പോൾ ഓരോ വാക്കിലും വീറും വാശിയും നിറഞ്ഞുകൊണ്ട് പരസ്പരം പോർ വിളിച്ചുകൊണ്ട് 3:30 എന്നുള്ള ഒരൊറ്റ സമയത്തിലേക്ക് കാത്തിരിക്കുകയാണ്. ഈ കൊച്ചിയിലെ പെൻഡാമേനകയിൽ നിന്ന് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് ഒരു പക്ഷേ ആ കാൽപന്തിന്റെ അത്രമാത്രം ദൂരം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അത്ര ആവേശത്തോടെ കൊച്ചിയും ഇന്ന് ഇതാ ഈ പുലർച്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അനിൽ. യെസ്, അതേ തന്നെയാണ്. ആ 3:30 എന്ന നാളത്തെ ആ പകലിന് ഇല്ലെങ്കിൽ ആ പുലർച്ചെയുള്ള ആ സമയത്തിന് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലാണ് ബ്രസീൽ ആരാധകരും. ബ്രസീൽ ആരാധകർ മാത്രമല്ല, ബ്രസീലിന്റെ തോൽവി കാണാൻ ഒരുപക്ഷെ എതിർ ടീം ആരാധകരും ആ കളി ഉറപ്പായും കാണുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതോടൊപ്പം തന്നെ മറ്റ് ടീമുകളുടെ ആരാധകരും, ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരും ബ്രസീലിന്റെ കളി കാണാൻ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.